ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പോകുന്നത് അയർലൻഡിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസിലേക്കാണ്. ഇതിന്റെ പേര് ഹെൽ ഫയർ ക്ലബ്ബ് എന്നാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാലേ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നമ്മുടെ ഡബ്ലിൻ സിറ്റി സെന്ററിൽ നിന്ന് ഏകദേശം ഒരു 25 മിനിറ്റ്സ് ഡ്രൈവ് ആണ് ഇങ്ങോട്ടുള്ളത്. ഇനി ഇതിന് പിന്നിലുള്ള കഥ എന്താണെന്ന് ചോദിച്ചാൽ 1725 ഇവിടുത്തെ റിച്ചസ്റ്റ് പൊളിറ്റീഷ്യനായ വില്യം കോണലിയാണ് ഇത് നിർമ്മിച്ചത്. പിന്നീട് ഈ സ്ഥലം ഗാംബ്ലിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള റിച്വൽസ് ഇതൊക്കെ നടക്കുന്ന ഒരു സീക്രട്ട് ക്ലബ്ബായിട്ട് മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഹില്ലിന്റെ മേലെ എത്തി. ഞങ്ങളിപ്പോൾ ഹെൽ ഫയർ ക്ലബ്ബിലേക്ക് കയറുവാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു പഴയ ഒരു ബിൽഡിംഗ് പോലെയൊക്കെ ആയിട്ട് തോന്നുള്ളൂ. ഈ കാണുന്ന റൂം ഉണ്ടല്ലോ, ഈ റൂമിലാണ് ഡിമൺ വന്ന് പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇതിന്റെ അവിടെ എന്തൊക്കെ എഴുതി വെച്ചേക്കണൊക്കെ കണ്ടില്ല. ആ ക്യാറ്റ് എന്ന് പറഞ്ഞ് എഴുതിയേക്കണെന്ന് വെച്ചാൽ ക്യാറ്റിന്റെ രൂപത്തിലാണ് ഈ ഡിമൺ വന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ. പിന്നെ ഈ ബിൽഡിങ്ങിന് മേലെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ആട്ടോ. അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കാം, നമ്മുടെ ഡൺലേരി, ഡബ്ലിൻ സിറ്റിയുടെ വ്യൂ, കോസ്റ്റൽ വ്യൂ, ബുൾ ഐലൻഡ്. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹൗത്തിനൊക്കെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരിക്കുന്നുണ്ട്. ആ ഹില്ലിന്റെ മേലെ നമുക്ക് എന്താ പറയുക, ചെറിയൊരു പിക്നിക് ഒക്കെ പോലെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇച്ചിരി അഡ്വഞ്ചർ ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ ഉള്ള റൂട്ടായിട്ട് എടുത്തത് നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിംഗിൽ എത്താറായി. ഓവറോൾ ഒരു നല്ല പ്ലേസ് ആണ്. ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ടോ പെട്ടെന്ന് നമ്മുടെ ഡബ്ലിനിൽ നിന്ന് ഇത്ര അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ റീൽ സേവ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള കൂടുതൽ സമ്മർ വിശേഷങ്ങൾക്കായിട്ട് എന്നെ ഫോളോ ചെയ്യുക. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ചിൽ ദെൻ ബൈ.